ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് കരുണ ലഭിച്ചതിനാൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 4:1 അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ നമ്മുടെ ഹൃദയം അധൈര്യപ്പെടുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ദൃഢമായി പ്രഖ്യാപിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. സമരസമയത്ത് അവൻ എപ്പോഴും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവൻ ഒരിക്കലും ക്ഷീണിച്ചില്ല. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ശക്തനായി മാറി. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നാം വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് കാണാൻ കഴിയും. ഇത് പറഞ്ഞ കർത്താവിന്റെ വാക്കുകൾ അവൻ മറന്നില്ല. കർത്താവ് വാഗ്ദത്തം ചെയ്തു പറഞ്ഞു, ഇതാ ഞാൻ എന്റെ പിതാവിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ അയക്കുന്നു. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നതുവരെ യെരുശലേം നഗരത്തിൽ താമസിക്കുക. ഇത് ലൂക്കോസ് 24:49 നമുക്ക് കാണാം. മൺപാത്രം പോലുള്ള തന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിധി ഉണ്ടെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ഇത് 2 കൊരിന്ത്യർ 4:7 നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:8-9 അദ്ദേഹത്തിന് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന്. 2 കൊരിന്ത്യർ 4 മുഴുവനായും ക്ഷീണം നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4:16 ആ അധ്യായം അവസാനിപ്പിച്ച് ഇങ്ങനെ പറയുന്നു: കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിശ്ചയം എന്ന്. ദൈവകൃപ പ്രാപിച്ച് തളരാതെ ഉറച്ചു നിന്ന അനേകം ദൈവവിശുദ്ധന്മാരുടെ ജീവിത കഥകൾ ബൈബിളിലുണ്ട്. ഒരു വലിയ ഉദാഹരണമാണ് അബ്രഹാം. അവന് 75 വയസ്സുള്ളപ്പോൾ കർത്താവ് അദ്ദേഹത്തിന് ഒരു മകനെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ വാഗ്ദത്തപുത്രൻ ജനിക്കാൻ 25 വർഷമെടുത്തു. വാർദ്ധക്യത്തിലെത്തിയിട്ടും തളർന്നില്ല. അവന്റെ പ്രതീക്ഷയും ഒട്ടും കുറഞ്ഞില്ല. കടൽ തീരത്തെ മണലിലേക്ക് നോക്കുമ്പോഴെല്ലാം അദ്ദേഹം വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ഭൂമിയിലെ പൊഴിയിലേക്ക് നോക്കുമ്പോഴെല്ലാം അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. കൂടാതെ അദ്ദേഹം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോഴെല്ലാം അവൻ അവരെ സ്വന്തം മക്കളെ പോലെ നോക്കി ആത്മാവിൽ സന്തോഷിച്ചു. കർത്താവ് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ഇസഹാക്കിനെ ഒരു അനുഗ്രഹമായി നൽകുകയും ചെയ്തു. കർത്താവ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി മാറ്റി. പാസ്റ്റർ റൊറാൻസ് അറിയപ്പെടുന്ന ദേവദാസനാണ്. ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഒരു സഭ ആരംഭിച്ചു. എന്നാൽ ഞായറാഴ്ചത്തെ ശുശ്രൂഷകൾക്ക് ആരും വന്നില്ല. ഒഴിഞ്ഞ കസാരകളിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഇത് 1-2 വർഷം മാത്രമല്ല, നീണ്ട 7 വർഷവും തുടർന്നു. 7-ാം വർഷം ശൂന്യമായ സഭയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കസാരയ്ക്കിടയിൽ ഒളിച്ചിരുന്ന ഒരു കള്ളൻ സന്ദേശം ശ്രദ്ധിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ മുൻ കള്ളൻ ഒരു സാക്ഷ്യം നൽകിയപ്പോൾ സഭ അതിവേഗം വളരാൻ തുടങ്ങി. പാസ്റ്റർ റൊളാൻസിന് അതിനുശേഷം 100-ലധികം സഭകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണ ലഭിച്ച നിങ്ങൾ സാഹചര്യം എന്തുതന്നെയായാലും ഒരിക്കലും തളരരുത്. നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും പാഴാകില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 40:28 നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 25-26 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 12-ാം അധ്യായം 38 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.